ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ബോയയുടെ BY-M1 എന്നുള്ള ലെവേലിയർ മൈക്കാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ആ മൈക്ക്. ഇത് തുറന്നിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. UAE-ലും സൗദിയിലും ഇന്ത്യയിലും ഉള്ളവർക്കൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വില അറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയ BY-M1 മൈക്രോഫോൺ. ഇതൊരു ലെവേലിയർ മൈക്രോഫോണാണ്. ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോമ്പാറ്റബിൾ വിത്ത് ഫോൺ, ടാബ്, ലാപ്ടോപ്പ്, DSLR, സാധാരണ ഹാൻഡി ക്യാം ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓംനി ഡയറക്ഷണലാണ്. ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളിൽ നിന്നുള്ള ശബ്ദം ഇതെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. യൂണി ഡയറക്ഷണലല്ല. അപ്പോൾ ഇതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. സാധാരണ മറ്റുള്ള നോയ്സുകളൊക്കെ ഇതിൽ കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഓംനി ഡയറക്ഷണൽ എന്ന് പറയുന്നത്. ഈ LR44 ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം 700 മണിക്കൂറോളം ഇത് നമുക്ക് ബാറ്ററിയിൽ ബാക്കപ്പ് ലഭിക്കും. കേബിളിൻ്റെ ലെങ്ത്ത് 6 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ യൂസേജിനൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഔട്ട്ഡോർ യൂസിനൊക്കെ 6 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളമാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് അതുകൊണ്ടുള്ളൊരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തട്ടിത്തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ബോയ എന്ന് ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള ഒരു ലെതർ ടൈപ്പ് കേസിലാണ് വരുന്നത്. ഇത് വാറണ്ടി ഇൻഫോർമേഷനാണ്. പിന്നെ അതിൻ്റെ ഒരു മാനുവലും കൂടെ ഉണ്ട്. നമുക്ക് ഇതിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ മൈക്ക്. ഇവിടെ കാണുന്നുണ്ടാവും. നല്ല റിജിഡായിട്ടുള്ള വയറുകൾ തന്നെയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വയറാണ്. ഇതാണ് ഇതിൻ്റെ അഡാപ്റ്റർ. ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഹബ്ബ്. ഇത് മെറ്റൽ കേസിംഗ് ആണുള്ളത്. ഈ ബാറ്ററിയുടെ ഒരു ബാറ്ററിക്കുള്ള ഈ ബട്ടണിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിലാണ് ഈ മൈക്ക് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഇങ്ങോട്ട് ഓഫിൽ ഇടേണ്ടതുണ്ട്. ക്യാമറയിലാണെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിടേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാമറയിലാണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ആവശ്യമുണ്ടാവും. സ്മാർട്ട് ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ബാറ്ററിയുടെ ആവശ്യം ഇല്ല. നല്ല ക്വാളിറ്റി ബാറ്ററിയാണ്. 700 മണിക്കൂറോളം കിട്ടുന്ന ബാറ്ററിയാണ് നമ്മളിതിൽ ഇൻസെർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ വേറെ എന്തൊക്കെയാണുള്ളത് നോക്കാം. സിലിക്ക ജെല്ലാണ്. ഇത് അലിഗേറ്റർ ക്ലിപ്പാണ്. ഈ ക്ലിപ്പിലാണ് നമ്മൾ മൈക്ക് ക്ലിപ്പ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഹാങ് ചെയ്യുന്നത്. ഇതാണ് 1/44 ഇഞ്ച് അഡാപ്റ്റർ. ഇത് നമ്മൾ വല്ല ആംപ്ലിഫയറിനൊക്കെ കണക്ട് ചെയ്യേണ്ട ആവശ്യം വന്നാൽ ഇത് യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ വിൻഡ് ഫിൽറ്റർ, കവറിങ് ക്യാപ്പ്. ഒരു ബാറ്ററി നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അറ്റാച്ച് ചെയ്ത് നോക്കാം. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും മൈക്ക്. പിന്നെ വളരെ ഈസിയാണ് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇത് പ്ലാസ്റ്റിക് ആണ്. ഈ ഭാഗം നമ്മൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത. അപ്പോൾ നല്ല നീളമുള്ള കേബിളൊക്കെ ഉള്ള ഒരു മൈക്കാണ്. നമുക്കിത് നമ്മുടെ മേലെ അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിലെ സൗണ്ടിൻ്റെ ഡിഫറൻസ് നോക്കാം. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിലാണ്, അതായത് ഫോണിൻ്റെ മൈക്കിലാണ്. അപ്പോൾ ഇനി മുതൽ ഈ മൈക്ക് ഞാൻ എൻ്റെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ എക്സ്റ്റേണൽ മൈക്കിലാണ്. ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോണിലാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ആദ്യത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു വ്യത്യാസം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ചീപ്പായിട്ടുള്ളതും എന്നാൽ വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന ഒരു മൈക്രോഫോണാണ് ഈ ബോയ BY-M1. യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ചെറിയ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും. കാരണം ഇതിൻ്റെ വയറ് ഒരു ബഞ്ച് വരുന്നുണ്ട്. നല്ല നീളം കിട്ടും. 6 മീറ്ററോളം നീളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.